ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് മണ്ണിരയെ പറ്റിയാണ്. അനലിഡേ ഫൈലത്തിലെ ഒരു ജീവിയാണ് മണ്ണിര. ആർട്ടിക്, അന്റാർട്ടിക് പ്രദേശങ്ങൾ ഒഴിച്ച് മിക്ക രാജ്യങ്ങളിലും ഇവയെ കാണപ്പെടുന്നു. കൃഷിക്കാവശ്യമായ മണ്ണിൻ്റെ വളക്കൂറും ഗുണവും വർദ്ധിപ്പിക്കാൻ ഇവ സഹായിക്കുന്നു. അതിനാൽ കർഷകൻ്റെ സുഹൃത്ത് എന്നും പ്രകൃതിയുടെ കലപ്പ എന്നും മണ്ണിര അറിയപ്പെടുന്നു. സ്പീഷീസുകൾ ഉള്ളതിൽ 120ഓളം എണ്ണം ലോകത്തിൻ്റെ മിക്ക ഭാഗങ്ങളിലും കാണപ്പെടുന്നവയാണ്. ഒരു ദ്വിലിംഗ ജീവിയാണ് ഇത്. ഫയറെറ്റിമ പോസ്തുമ എന്നതാണ് മണ്ണിരയുടെ ശാസ്ത്രീയ നാമം. ചില ഇനം മണ്ണിരകൾ 4 മുതൽ 8 വർഷം വരെ ജീവിച്ചിരിക്കും. മണ്ണിനോടൊപ്പം ശരീരത്തിനുള്ളിൽ എത്തുന്ന ജൈവ വസ്തുക്കളാണ് മണ്ണിരയുടെ ആഹാരം. ദഹനശേഷം പുറത്തുവരുന്ന മൺകൂനകളെ വേം കസ്റ്റമുകൾ അഥവാ കുരിച്ചിക്കട്ട എന്നും വിളിക്കുന്നു. ഇത് മണ്ണിലെ നൈട്രജൻ്റെ അളവ് വർദ്ധിപ്പിച്ച് മണ്ണിൻ്റെ ഫലപുഷ്ടി സംരക്ഷിക്കുന്നു. നനവുള്ള മണ്ണിൽ വലിയ അളവിൽ ജൈവവസ്തുക്കൾ കാണപ്പെടുന്ന ഇടങ്ങളിൽ മണ്ണിരകൾ വൻതോതിൽ കാണപ്പെടുന്നു. മഴക്കാലത്ത് മണ്ണിൽ നിന്ന് പുറത്തെത്തുകയും മുറ്റത്തും കൃഷിസ്ഥലത്തും മൈതാനത്തുമൊക്കെ മണ്ണിന് പുറമെ കാണപ്പെടുകയും ചെയ്യുന്നു. സ്വതവേ രാത്രി സഞ്ചാരക്കാരാണ് മണ്ണിരകൾ. ഫയറെറ്റിമ ജനസിലെ 13ഓളം സ്പീഷീസുകൾ ഇന്ത്യയിൽ കാണപ്പെടുന്നു. ഫയറെറ്റിമ പോസ്തുമ 150 മില്ലിമീറ്റർ വരെ നീളം വരും. 3 മുതൽ 5 മില്ലിമീറ്റർ വരെ കനം വയ്ക്കും. പോർഫൈറിൻ എന്ന വർണ്ണവസ്തു ഉള്ളതിനാൽ ശരീരത്തിന് തിളങ്ങുന്ന ഇരുണ്ട ബ്രൗൺ നിറം വരുന്നു. അടിവശത്തേക്കാൾ പുറംവശത്തിന് ഇരുണ്ട നിറവുമുണ്ട്. 100 മുതൽ 120 വരെ സെഗ്മെൻറ്റുകൾ ശരീരത്തിലുണ്ട്. ഇവ മെറ്റാമിയറുകൾ എന്ന് അറിയപ്പെടുന്നു. ശരീര അറയെ കമ്പാർട്ട്മെൻറ്റുകളാക്കി മാറ്റുന്നതിനാൽ മെറ്റാമെറിസം അഥവാ മെറ്റാമെറിക് സെഗ്മെൻറ്റേഷൻ പൂർണ്ണമായും വികസിച്ചിരിക്കുന്നു. ആദ്യ ശരീരഖണ്ഡത്തെ പെരിസ്റ്റോമിയം എന്ന് വിളിക്കുന്നു. ഇതിൽ മുന്നിലേക്കായി പ്രോസ്റ്റോമിയം എന്ന് അറിയപ്പെടുന്ന മാംസളമായ സംവേദ ഭാഗമുണ്ട്. പെരിസ്റ്റോമിയം എന്ന ആദ്യ ഖണ്ഡത്തിൽ ചന്ദ്രക്കലയുടെ ആകൃതിയിൽ വായുഭാഗമുണ്ട്. ഇതിനു മീതെ പ്രോസ്റ്റോമിയം സ്ഥിതി ചെയ്യുന്നു. 14 മുതൽ 16 വരെ ശരീരഖണ്ഡങ്ങൾ ചേർന്ന് രൂപപ്പെട്ടിരിക്കുന്ന കൂടുതൽ വ്യതിരിക്തമായ ഗ്രന്ഥി സ്വഭാവമുള്ള ഭാഗമാണ് ക്രൈറ്റലം അഥവാ സിംഗുലം. ബാഹ്യഭാഗത്ത് ഈ ഖണ്ഡങ്ങൾ വേർപെട്ടിരിക്കുന്നതായി തോന്നുകയില്ല. ആൽബുമിൻ എന്ന പ്രോട്ടീനും മ്യൂക്കസ് എന്ന ദ്രവവും ഈ ഭാഗം ഉൽപ്പാദിപ്പിക്കുന്നു. ബീജസങ്കലനത്തിനും കൊക്കൂൺ രൂപപ്പെടലിനും ഈ സ്രവങ്ങൾ സഹായിക്കുന്നു. ക്രൈറ്റലത്തെ അടിസ്ഥാനമാക്കി പ്രീ ക്ലൈറ്റലാർ, ക്ലൈറ്റലാർ, പോസ്റ്റ് ക്ലൈറ്റലാർ ഭാഗങ്ങളായി പുറമെ വിഭജിച്ചിരിക്കുന്നു. ആദ്യത്തെയും അവസാനത്തെയും ശരീരഖണ്ഡങ്ങൾ, ക്ലൈറ്റലാർ ഭാഗം എന്നിവ ഒഴികെയുള്ള ശരീരഖണ്ഡങ്ങളിൽ കൈറ്റിൻ എന്ന പദാർത്ഥം കൊണ്ട് നിർമ്മിച്ച സീറ്റ് അഥവാ കീറ്റ് എന്ന ചെറിയ വളവുമുള്ള ട ആകൃതിയിലുള്ള ഘടനകൾ വൃത്ത ആകൃതിയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മധ്യഭാഗത്തുള്ള വീർത്ത ഭാഗമാണ് നോഡുലസ്. ത്വക്കിന് ഉൾവശത്തേക്ക് തിങ്ങിയിരിക്കുന്ന ഇവ ഒരു സീറ്റൽ സാക്ക് അഥവാ അറയിലാണ് കാണപ്പെടുന്നത്. ഇതിനുള്ളിലെ സവിശേഷ പേശികളുടെ പ്രവർത്തനത്താൽ തീറ്റകൾ മുന്നിലേക്കും പിന്നിലേക്കും ചലിപ്പിക്കാനാകും.
ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ ഇവയെ പുനർനിർമ്മിക്കാനുമാകും. പ്രതലത്തിൽ പറ്റിപ്പിടിക്കാനും ചലനത്തിനും ചിറ്റകൾ സഹായിക്കുന്നു. ഇരു മണ്ണിരകളുടെ ശരീരത്തിലേക്ക് ചേർത്തിറക്കി പ്രത്യുൽപാദന സമയത്ത് ശരീരങ്ങളെ ചേർത്ത് നിർത്താനും ചിറ്റകൾ പ്രയോജനപ്പെടുന്നു. ശരീരത്തിൻ്റെ വശങ്ങളിൽ അടിവശത്തായി കാണപ്പെടുന്ന 4 ജോഡി സൂക്ഷ്മ സുഷിരങ്ങളാണ് സ്പെർമാത്തിക്കൽ അപ്പർച്ചറുകൾ. ഓരോ സുഷിരവും സ്പെർമാത്തിക്കൽ എന്നറിയപ്പെടുന്ന ഭാഗത്തേക്ക് തുറക്കുന്നു. ഇവിടെയാണ് മറ്റു മണ്ണിരകളിൽ നിന്നുള്ള ഭൂബീജങ്ങളെ ശേഖരിക്കുന്നത്. 17ഉം 19ഉം ഖണ്ഡങ്ങൾക്കിടയിലെ ഭാഗത്ത് 2 ജോഡി നൈറ്റൽ പാപ്പില എന്ന ഭാഗം കാണപ്പെടുന്നു. ഇവ അക്സറി ഗ്രന്ഥികളുടെ പുറത്തേക്കുള്ള സുഷിരങ്ങളാണ്. ത്വക്കിന് പുറമേയുള്ള നേരിയ കോശം നിർമ്മിതമല്ലാത്തതും പേശികൾ ഇല്ലാത്തതുമായ ആവരണമാണ് ക്യൂട്ടിക്കിൾ. തൊട്ടുള്ളിലുള്ള ത്വക്കിൻ്റെ ഉപരിഭാഗമായ എപ്പിഡെർമിസ് ആണ് ക്യൂട്ടിക്കിൾ ഉൽപ്പാദിപ്പിക്കുന്നത്. ശരീര ബാഹ്യ ഭിത്തിക്കും ദഹന വ്യവസ്ഥയ്ക്കും ഇടയിലുള്ള ദ്രവം നിറഞ്ഞ ഭാഗമാണ് ശരീര അറ. ബാഹ്യമായി പരേറ്റൽ പെരിട്ടോണിയം എന്ന പാളിയും സിലോമിന് അതിരുകൾ തീർക്കുന്നു. ഇതിൽ സിലോമിക് ദ്രവം നിറഞ്ഞിരിക്കുന്നു. ഭ്രൂണത്തിൻ്റെ ഇസോഡെർം എന്ന പാളി രണ്ടായി അകന്ന് രൂപപ്പെട്ടതിനാൽ ഷൈസോസീലോം എന്ന ഈ ആന്തര ദ്രവ അറ അറിയപ്പെടുന്നു. മണ്ണിരകൾ റെട്ടറി മോറുകൾ ആണ്. മണ്ണിരയ്ക്ക് കണ്ണുകളില്ല. എന്നാൽ പ്രകാശം തിരിച്ചറിയാനാകുന്ന കോശങ്ങൾ തൊലിപ്പുറമേ ഉള്ളതിനാൽ വസ്തുക്കളെ കാണാനാവില്ലെങ്കിലും പ്രകാശത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ തിരിച്ചറിയാൻ ഇവയ്ക്ക് കഴിയാറുണ്ട്. സ്പർശനം, രാസവസ്തുക്കളുടെ സാന്നിധ്യം എന്നിവയും തിരിച്ചറിയാൻ മണ്ണിരയുടെ തൊലിക്ക് സാധിക്കുന്നു. അടിസ്ഥാന ധർമ്മങ്ങൾ മാത്രം ചെയ്യുന്ന സങ്കീർണത കുറഞ്ഞ തലച്ചോറാണ് മണ്ണിരയ്ക്കുള്ളത്. ഇത് നീക്കം ചെയ്താലും മണ്ണിരയുടെ സ്വഭാവത്തിൽ കാര്യമായ മാറ്റങ്ങളൊന്നും ദൃശ്യമാവില്ല. 5 ഹൃദയങ്ങളുള്ള ഈ ജീവിക്ക് ശ്വാസകോശമില്ല. തൊലിയിലെ ചെറിയ ദ്വാരങ്ങളിലൂടെ അകത്ത് കടക്കുന്ന വായു ശരീരത്തിൽ വ്യാപിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മണ്ണിരയുടെ വിസർജ്യമാണ് കക്കനിക്കട്ട, കുരിച്ചിൽ മണ്ണ്, കുരിക്കപ്പൂഴി എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത്. നാടൻ മണ്ണിരകൾ 15 അടി വരെ താഴെ മണ്ണിൽ സമാധിയിൽ കഴിയാൻ കഴിവുള്ളവയാണ്. അനുകൂല സാഹചര്യങ്ങളിൽ ഇവ മുകളിലേക്ക് വരികയും അടിയിലുള്ള പോഷകമൂല്യമുള്ള മണ്ണ് തിന്ന് മുകളിൽ വിസർജിക്കുകയും ചെയ്യും. ഈ വിസർജ്യങ്ങൾക്ക് കക്കനിക്കട്ടകൾ എന്ന പേര് പറയുന്നു. ഇവയ്ക്ക് സാധാരണ മണ്ണിലുള്ളതിനേക്കാൾ പല മടങ്ങ് വളക്കൂറുണ്ട്. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ.